രാഹുൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമസഭയിൽ ഞങ്ങൾ പോരാടും എന്നാണ് മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണമായി ഇനി എല്ലാ നേതാക്കളും പറയാൻ പോവുക. ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ സ്വാഭാവികമായും BJPയും CPIയും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുയർത്തും. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി അംഗമല്ലാതിരിക്കെ അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടത് കൂടിയുണ്ട്. ഈ പ്രശ്നത്തെ കോൺഗ്രസ് എങ്ങനെ നേരിടും? ജിംസിന് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ ഒരു എൻട്രി എന്ന കാര്യത്തിൽ സംശയമില്ല. വിവാദങ്ങൾ വന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും പാലക്കാടേക്ക് വരികയോ അങ്ങനൊരു നേരിട്ടുള്ള പ്രതിഷേധം അനുഭവിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ നിന്ന് മാറി നിന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ശരിക്കും സംസ്ഥാന നേതൃത്വം അടക്കമുള്ള ആൾക്കാർ കരുതിയിരുന്നത്. മാത്രമല്ല പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല എന്നൊരു കൃത്യമായി തന്നെ ഔദ്യോഗികമായി തന്നെ അറിയിപ്പ് നൽകിയോടുകൂടി തന്നെ പാർട്ടി പ്രതിരോധത്തിനില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ വരില്ല എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതേസമയം അതിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് അടക്കം അകമ്പടിയായി വന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് മാത്രമല്ല ഇതേ രീതിയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം പാലക്കാട് ഒരു കൗൺസിലർ രാഹുൽ വരികയാണെങ്കിൽ പ്രതിരോധിക്കും, മറ്റുള്ളവർ പ്രതിഷേധിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കും എന്ന് പാർട്ടി എന്നല്ലെങ്കിൽ പോലും ജനങ്ങൾ പ്രതിരോധിക്കുമെന്ന രീതിയിൽ ഒരു പാർട്ടിയുടെ ഒരു കൗൺസിലർ തന്നെ പറഞ്ഞോടുകൂടി ഇക്കാര്യത്തിൽ ചില നീക്കങ്ങൾ അതിനകത്ത് തന്നെ പാർട്ടിക്കകത്ത് തന്നെ നടക്കുന്നുള്ള നേരത്തെ ഉണ്ടായ സംശയങ്ങൾ അവർക്ക് ബലപ്പെടുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ് എന്ന് അവർ കരുതുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരമൊരു നീക്കം നടത്താനുള്ള ഒരു പിന്തുണ പാർട്ടിക്കകത്തുനിന്ന് ചില നേതാക്കളുടെ പേര് അവർ സംശയിക്കുന്നുണ്ട്, അവർ ലഭിക്കുന്നുണ്ടെന്ന സൂചന അവർ വരുന്നുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി പാർട്ടി അംഗത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അകമ്പടിയായി വന്നതുകൊണ്ട് തന്നെ പാലക്കാടേക്ക് വരുമ്പോൾ ചില പ്ലാനുകൾ അവർക്കുണ്ടാകുമെന്നുള്ള സൂചന പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ വരും. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം BJPയെ കുറിച്ച് പ്രത്യേകിച്ച് പാലക്കാട് BJP ശക്തമായ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രതിഷേധം ഒരുക്കാനോ തയ്യാറാകുമ്പോൾ ഔദ്യോഗികമായ പാർട്ടി പ്രവർത്തകർക്ക് പ്രതിരോധിക്കാനാവില്ലെങ്കിൽ പോലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസ് രംഗത്തിറങ്ങും കൂടി ചെയ്താൽ ശരിക്കും പാർട്ടി എടുത്ത തീരുമാനത്തിന് തന്നെ അത് ഒരു തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സൂചനകളാണ് നേതാക്കൾ ഇപ്പോൾ നൽകുന്നത്. അവിടെ VK ശ്രീകണ്ഠൻ MP ആണെങ്കിലും DC പ്രസിഡന്റ് ആണെങ്കിലും മറ്റാരും പാലക്കാടുള്ള ആരും തന്നെ രാഹുൽ വരുന്നതിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല രാഹുൽ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കാൻ തയ്യാറല്ല. അതേസമയം രാഹുലിന്റെ ഒരു മെന്റർ എന്ന നിലയിൽ തന്നെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പലിന്റെ മൗനമായ അനുവാദം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യം സംശയങ്ങൾ പല നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരം ഒരു ഓപ്പറേഷൻ പ്രത്യേകിച്ച് ഈ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് സർക്കാരിനെതിരെ പോലീസിന്റെ അട്രോസിറ്റി അടക്കം അതിക്രമങ്ങൾ അടക്കമുള്ള നിരവധി വിഷയങ്ങളിലൂടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ അവർക്ക് മുന്നിലുള്ള ഒരു നിയമസഭാ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാത്രമല്ല ഭരണപക്ഷ ബെഞ്ചിന് ട്രഷറി ബെഞ്ചിന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി സ്വയം രാഹുൽ മാറുന്നതോടുകൂടി തന്നെ VD സതീശനടക്കം രമേശ് ചെന്നിത്തലടക്കം നേതൃത്വം എടുത്ത തീരുമാനത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പാലക്കാടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും